നമ്മൾ എത്ര നാളെ കണ്ടിട്ട് വല്ല ഓർമ്മയുണ്ടോ? ദൈവമേ, ഈ ചേച്ചി എന്തൊക്കെയാ പറയണേ, ഇതുവരെ കാണാത്തൊരു ചേച്ചി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നമ്മൾ എത്ര നാളായി കണ്ടിട്ടെന്നൊക്കെ അല്ലെ, എന്ത് മണ്ടി ചേച്ചിയാണ്. പക്ഷെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോ നമ്മള് വെനസ്ഡേസ് ഒക്കെ വരുമ്പോ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ എനിക്കറിയില്ല, ഞാൻ ഒളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പല്ലേ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ? അല്ലെ, നമ്മൾ ഒരാഴ്ചത്തെ വലിയ ഇടവേളയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ഇന്ന് വെനസ്ഡേ പിന്നെ ഒന്നിച്ചായിരിക്കാം അല്ലെ. അല്ലെ, അപ്പൊ നമുക്ക് ഈ സമയം നമുക്ക് കുറച്ചു നേരം ഈശോ എടുക്കുന്ന നന്ദിയൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാവേ. ഓക്കെ അല്ലേ? ജസ്റ്റ് തംസ് അപ്പ് ഇടാവോ? റെഡി അല്ലേ? ആർ യു ഓക്കെ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ. ഇനിയും കുറച്ചു പേരൊക്കെ വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കാനുണ്ട്. നിങ്ങളൊക്കെ കൂടെ ഒന്ന് ഓണാക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവരെയൊക്കെ കാണാമായിരുന്നേ. യെസ്. നമുക്കൊന്ന് പതിയെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചാലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ? ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാലേ. ക്യാൻ യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്? ചെറുതായിട്ട് 2 സെക്കൻഡ് മതി. വെരി ഗുഡ്, താങ്ക് യു. ഈശോയെ ഒത്തിരി നന്ദി. ഈശോയെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചായിരിക്കും. ഓൺലൈനിൽ പല സ്ഥലങ്ങളും ഞങ്ങൾ ഒന്നിച്ചായിരിക്കാം. ഈശോയെ ഈ ഒരു മണിക്കൂർ ഞങ്ങള് ഒന്നിച്ച് ചെറുതായിട്ട് പ്രാർത്ഥിക്കോ, കുറച്ച് കളിക്കാനൊക്കെ പോവാ. ഈശോയെ ഈ ഒരു വെക്കേഷൻ ടൈമില് ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചുകൂടി നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷന്റെ ഈ ഒരു ആഴ്ചയില് ഞങ്ങൾക്ക് ഈ ഗുഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയുടെ ഒപ്പം ഇരിക്കാനൊക്കെ പറ്റി, കുറെ കളിക്കാനൊക്കെ പറ്റി. കുറച്ച് നാളത്തേക്ക് സ്റ്റഡീസിനൊക്കെ ബ്രേക്ക് ഒക്കെ കിട്ടിയല്ലോ ഈശോയെ. ഒത്തിരി നന്ദി പറയാ ഈശോയെ, ഈ ഒരു ബ്യൂട്ടിഫുൾ വെക്കേഷനെ ഓർത്ത്. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ ഈ സമയങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണമ്മേ. ഞങ്ങളുടെ ഈ ഒരു വെക്കേഷന്റെ ഈ ഒരു യാത്രയിൽ ഇത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങളെ നടത്തിയതിനൊക്കെ നന്ദി പറയാം. ഈ ഒരു സമയങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണമ്മേ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈശോയെ പറ്റി ഇനിയും കൂടുതൽ അറിയാനായിട്ട്, ഒപ്പം ഞങ്ങളുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നമുക്ക് ഒരുമിച്ച് അല്ലാവേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാം. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഓക്കെ, നമുക്കേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കാറ്? ഫാമിലി പ്രയർ. നമ്മൾ വീട്ടില് ഫാമിലി പ്രയർ ഒക്കെ ചൊല്ലും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോഴേക്കും വേറെ ഇപ്പൊ കുർബാന ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി ഇപ്പൊ പ്രാർത്ഥിക്കും അല്ലെ. നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിക്കാറ്. നമുക്ക് ഇന്ന് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേറെ രീതിക്ക് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ വേറെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന കണ്ടേക്കുന്നേ? ഓ, മ്യൂട്ട് ഇട്ടാണോ ഒന്നും പറയാൻ പറ്റില്ല ചേച്ചി. ഞങ്ങൾ പല പ്രാർത്ഥനയും കണ്ടിട്ടുണ്ട് അല്ലെ. എങ്കിലും നമ്മൾ നോർമലി ഇങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ കാണാറേ. ഇന്ന് നമ്മൾ ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയാൻ പോണേ. നമ്മൾ ഇങ്ങനെ കൈ കുപ്പി കണ്ണൊന്നും അടച്ചോണ്ടല്ലോ, നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ ചിരിച്ചോണ്ട് നന്ദി പറയാൻ പോവാ. അതെങ്ങനെയാണെന്ന് അറിയാവോ? അറിയാവുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ യെസ് പറയാവോ? അറിയില്ലെങ്കിൽ നോ പറഞ്ഞോ. ഒരു സ്പെഷ്യൽ വേല് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാൻ പോവാണേ. ചാറ്റ് ബോക്സിലോട്ട് വരൂ. യെസ് നോ ഒക്കെ അടിക്കാൻ അറിയാലോ നമുക്ക്. നോ ആണ്. താങ്ക് ഗോഡ്. ഒരാൾക്ക് അറിഞ്ഞൂടാ, 2 പേർക്ക് അറിഞ്ഞൂടാ, ബാക്കിയുള്ളവർ അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ഇന്ന് പുതുതായിട്ട് പഠിക്കാം. അതായത് നമുക്ക് ചേച്ചി പറയട്ടെ എങ്ങനെയാന്ന്. 3-4-5 പേർക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഇനി പറയാം. അപ്പൊ നമ്മുടെ ഒരു മെജോറിറ്റി മനസ്സിലായല്ലോ. നമുക്ക് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാലോ അല്ലെ. നമ്മൾ കളിക്കാറൊക്കെ ഉള്ള ആക്ഷൻ സോങ് ഒക്കെ അല്ലെ. നമുക്ക് ഈശോയ്ക്ക് നമുക്ക് പാട്ടുപാടി നന്ദി പറയാൻ പറ്റും. അതറിയോ? സെയിന്റ് അഗസ്റ്റിൻ പറയുന്നില്ലേ, ഒരു തവണ നമ്മൾ പാട്ട് പാടുന്നത് 2 തവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യ. കേട്ടിട്ടുള്ളത് കൈബുക്കാവോ? കുറച്ചു നേരം കേട്ടിട്ടുണ്ട്. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് നമ്മൾ ഒരു തവണ പാട്ട് പാടുന്നത് 2 തവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈശോയ്ക്ക് നമുക്ക് ആക്ഷൻ സോങ്ങിനെ കുറിച്ച് നന്ദി പറയാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? യെസ്, അത് പറഞ്ഞു തരാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കൂടെ ആൻമേരി ചേച്ചിയുണ്ട്. നമുക്ക് ചേച്ചിയെ ഒന്ന് വെൽക്കം ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത്. ചേച്ചി ഇപ്പൊ സ്ക്രീനിന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും. ഇവിടെ ചേച്ചിയുടെ ഫാൻസിനെ കൈവിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷാൻഡി ചേച്ചി പറഞ്ഞ പോലെ ഈശോയ്ക്ക് താങ്ക്സ് പറഞ്ഞ ആക്ഷൻ സോങ് കളിച്ചാലോ? റെഡി? യെസ്. ഓക്കെ. അപ്പൊ എല്ലാവരും ചാടി എല്ലാവരും. ഓക്കെ.
Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. I thank you, Lord. I feel so good, cause every single cell in my body is fine. I thank you, Lord. I feel so good, cause every single cell in my body is fine. മനസ്സിലായോ? പാട്ട് മനസ്സിലായോ? നമുക്കിനി ഒരുമിച്ച് പാടി കളിച്ചാലോ? ഓക്കെ, റെഡി? റെഡി ആയാലും തംസപ്പ് കാണിച്ചു നോക്കട്ടെ. എത്ര പേർ റെഡി നോക്കട്ടെ? യെസ് യെസ് യെസ്, എല്ലാവരും റെഡി. ഓക്കെ, ഒരുമിച്ച് കളിക്കാം കേട്ടോ. ഉറക്കെ പാടി കളിക്കാം. ഓക്കെ, 1 2 3 start. Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. I thank you, Lord. I feel so good, cause every single cell in my body is fine. I thank you, Lord. I feel so good, cause every single cell in my body is fine. ഇതിനൊരു മെയിൻ പാർട്ട് ഉണ്ട്, അത് നമുക്ക് കളിച്ചാലോ? ഓക്കെ, la 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 la. ഓക്കെ, ഇനി എല്ലാവർക്കും ഒന്ന് ഉഷാറായി വേർഡ്സ് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, നമ്മൾ ഈശോട് താങ്ക് യു പറയാൻ വേർഡ്സ് കിട്ടിയില്ലേ? നമ്മുടെ ഹാപ്പി എങ്ങനെയാ പറയുന്നത്? ഹാപ്പി ആയിട്ട് നമ്മുടെ എല്ലാ സെല്ലും ഹാപ്പിയാണ്, നമ്മൾ ഫൈൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈശോയ്ക്ക്? വി സേ താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് കളിച്ചാലോ? ആർ യു റെഡി? ആർ യു റെഡി? യെസ്. ഓക്കെ, 1 2 3 start. Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. I thank you, Lord. I feel so good, cause every single cell is fine. Thank you, Lord. I feel so good, cause every single cell in my body is fine. La 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 la. ആക്ഷൻ സോങ് ഇഷ്ടായോ? ഇഷ്ടായോ? വെറൈറ്റി രീതിയിൽ താങ്ക് യു പറഞ്ഞല്ലേ ഈശോയ്ക്ക്? യെസ്. അപ്പൊ നമ്മൾ ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഈശോയോട് എന്താ പറയണം? താങ്ക് യു പറയണം. ഓക്കെ, നമുക്ക് കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സിനും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും അപ്പോഴും നമ്മൾ എന്ത് പറയണം? ഈശോയ്ക്ക് എന്ത് പറയണം? താങ്ക് യു ജീസസ്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഇനി നമുക്ക് നേരത്തെ വന്ന ചേച്ചിനെ ഒന്നും കണ്ടാലോ? നിങ്ങളൊന്ന് കണ്ടറച്ചേ. ഓക്കെ, നമുക്കൊരു ഗെയിം കളിക്കാം. അടുത്തവരോടേക്ക് പോവാം. അപ്പൊ നമുക്ക് പക്ഷേ ഈ ഗെയിം കളിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഫസ്റ്റ് നമ്മുടെ ഗെയിമിന്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ ഓൺ ആക്കണം. എങ്കിലേ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ഓൺ ആക്കുന്നവർക്ക് ഇത് കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ പിന്നിലെ സാധനം. എല്ലാവരും ഓൺ ആക്കണം. വീഡിയോ ഓൺ ആക്കാത്ത ആർക്കും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. യെസ് യെസ്, കമോൺ. നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ളവർ വേഗം ഓൺ ആക്കാൻ തോന്നുന്നു. യെസ്, വേഗം വേഗം. മീറ്റിംഗ് ടു യു. പോരട്ടെ ഈ ഫുൾ സ്ക്രീൻ കാണണമെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാരും ഓക്കെ, മെജോറിറ്റി ആൾക്കാരൊക്കെ വന്നു. ഇനി നിങ്ങൾ ഇപ്പൊ തന്നെ വരുന്ന ഞാൻ വിശ്വസിക്കുകയാണേ. അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് എന്തായിരിക്കും? എനി ഗസ്സസ്? എവിടെന്ന് ഒരു രക്ഷയില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മള് പല ആൾക്കാരുണ്ടല്ലേ പ്രീ ടീൻസിന്റെ ഇങ്ങനെ പല 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 ഏജുകളിലുള്ളവര്. 7th ഉണ്ടാവും, 8th ഉണ്ടാവും, 9th ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും നമ്മള് സ്കൂളിങ്ങിലൊക്കെ കളിക്കാറുള്ള, ഞാനൊക്കെ ഇപ്പോഴും കളിക്കൂട്ടോ, കളിക്കാറുള്ള ഒരു ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് ഹൈഡ് ആൻഡ് സീക്ക്.
ഹൈഡ് ആൻഡ് സീക്ക്, യെസ്. ബിസ്ക്കറ്റ് അല്ലാട്ടോ ഉദ്ദേശിച്ചേ. നിങ്ങൾ കളിക്കാറുണ്ടോ ഇപ്പം? ഏയ് ചേച്ചി, ഞങ്ങളിപ്പോ വളർന്നു വലിയ അപ്പാപ്പന്മാരൊക്കെ, ഞങ്ങളിപ്പോ കളിക്കാറൊന്നുമില്ല, അങ്ങനെയാണോ? ഞാൻ ഇപ്പോഴും കളിക്കും. കളിക്കാൻ പറ്റുന്നുള്ള പിള്ളേരോട് ഞാൻ ഇപ്പോഴും കളിക്കും, അല്ലെ? നമ്മൾ കളിക്കും. അപ്പൊ നമ്മളിപ്പം, പക്ഷെ നിങ്ങൾ ഈ ഐഡന്റിറ്റി എപ്പോഴാ എങ്ങനെ കളിക്കണേ? വീട്ടിലോ അല്ലെങ്കിൽ കോമ്പൗണ്ടിലൊക്കെയാണല്ലേ ഭയങ്കര കാര്യമായിട്ട് നമ്മൾ ഒളിച്ചിരുന്ന്. പക്ഷെ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റും, അതറിയോ? കളിച്ചിട്ടുണ്ടോ? ഓൺലൈനിൽ ഹൈഡൻസിക്ക് കളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ തംസ് അപ്പ് തായോ, ഇല്ലെങ്കിൽ തംസ് ഡൗൺ. ഓൺലൈനിൽ കളിച്ചിട്ടുണ്ടോ, കളിച്ചിട്ടില്ലേ? യെസ്, എല്ലാം തമ്മിച്ചവണ. അപ്പൊ നമുക്ക് കളിക്കാവേ. ഇങ്ങനെയാണ്, ഞാൻ കൗണ്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ തന്നെയാണല്ലോ ക്യാച്ചർ. അപ്പൊ ഞാൻ കൗണ്ട് ചെയ്യാം. ഞാനപ്പം കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ 1 to 10 കൗണ്ട് ചെയ്യും. ഓക്കെ, ഇതിൽ കള്ളക്കളി ഇല്ല കേട്ടോ, ഞാൻ ശരിക്കും അടച്ചു വെക്കേ. അപ്പം അപ്പൊ ഞാൻ 1 to 10 കൗണ്ട് ചെയ്യും. അപ്പം ഈ 10 എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും, അതിനു മുന്നേ ആരും വീഡിയോ ഓഫ് ആക്കരുത്. 10 എത്തുമ്പോഴേക്കും എല്ലാവരും വീഡിയോ ഓഫ് ആക്കണം. അല്ല, അപ്പൊ ഞാൻ കണ്ണൂർത്തരുന്ന എങ്ങനെ ശരിയാവും? അടച്ചിരുന്നാല്? സോറി, ഈ ഗെയിം തെറ്റിപ്പോയി. ഈ ഗെയിം ഇങ്ങനെയാണ്, ഞാൻ 1 to 10 കൗണ്ട് ചെയ്യും. ഞാൻ കണ്ണടച്ചിരിക്കില്ല കേട്ടോ. ഞാൻ 1 to 10 കൗണ്ട് ചെയ്ത് 10 ആവുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്യണം. ഓക്കെ, 1 to 9 വരെ വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. 10 ആവുമ്പോ വീഡിയോ ഓഫ് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ഒരാൾ ബാക്കി ഉണ്ടാവുമല്ലോ, ലൈക്ക് സൈമിൾട്ടേനിയസ്ലി എല്ലാവരും പ്രസ് ചെയ്താലും ബാക്കിയുള്ളവരൊക്കെ ലാസ്റ്റ് ഉണ്ടാവുമല്ലോ. സോ ആ ആളായിരിക്കും നമ്മുടെ അടുത്ത ക്യാച്ചർ. ക്ലിയർ ആയോ? അടിപൊളി. ഓക്കെ, നമുക്ക് വേണേ ട്രയൽ നോക്കായിരുന്നു അല്ലേ? ട്രയൽ നോക്കാം. ഓക്കെ, തുടങ്ങട്ടെ. ഞാനും ആൻമേരി ചേച്ചി എന്താ ഞങ്ങൾ ഒരുമിച്ച് അതിലൂടെ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. 1 to 10. ചേച്ചി ചേച്ചി പതിവ് കാണാൻ പറ്റില്ല. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ശ്രേയ കൊച്ചേ, ശ്രേയ ബ്രിഡ്ജിറ്റ്. എന്ത് പറ്റി? ആ വീഡിയോ അനങ്ങണില്ലേ? എല്ലാവരും വീഡിയോ ഓഫ് ആക്കിയപ്പോ ഒരാൾ ഇങ്ങനെ തുറന്നിരിക്കുക. അത് വീഡിയോ ഓഫ് ആന്നോട്ടിരുന്ന. ശ്രേയ അൺമ്യൂട്ട് ചെയ്യാവോ ശ്രേയ? യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്യാച്ചർ ആരാണ്? പറയൂ, സ്വന്തമായിട്ട് പറഞ്ഞു. ആരാ? ഞാനല്ലേ? ശ്രേയ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രേയനെ അറിയാവോ? എല്ലാവർക്കും ശ്രേയനെ അറിയാവോ? അറിയാമെങ്കിൽ അല്ലെങ്കിൽ തംസ് ഡൗൺ. നമുക്ക് മൈക്കിന്റെ ആവശ്യമില്ല, നമ്മൾ മൈക്കില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാ. ശ്രേയനെ പരിചയപ്പെടാവേ. ശ്രേയ ആരാ? ശ്രേയ എന്ത് ചെയ്യുക? ശ്രേയയുടെ ഡ്രീം എന്താ? ഞാൻ ശ്രേയ. ഞാൻ ഇനി 7th-ലോട്ട്, 6th-ന്റെ വെക്കേഷൻ. എന്റെ ഡ്രീം അംബീഷൻ എന്ന് പറയുമ്പോ മെയിനായിട്ട് എന്നെ ഒരു ഗുഡ് പേഴ്സൺ ആണ്. വെരി ഗുഡ്. പിന്നെ എന്റെ അമ്മ ടീച്ചറാണ്, അപ്പൊ എനിക്കും ടീച്ചർ ആവണമെന്നുണ്ട്. ഓഹോ, അപ്പൊ ജോലിയും കൊണ്ട് വരുമല്ലേ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട്? ഓക്കെ ഡൺ. അപ്പം ഇനി ശ്രേയ കൗണ്ട് ചെയ്തോ. ശ്രേയ കൗണ്ട് ചെയ്തിട്ട് 1 to 5 കൗണ്ട് ചെയ്താൽ മതിയാവും അല്ലെ? ചുമ്മാ ഇങ്ങനെ ലാഗ് അടിച്ച സമയങ്ങളില്ല. 1 to 5 കൗണ്ട് ചെയ്തോ. 5 ആവുമ്പോഴേക്കും എല്ലാവരും വീഡിയോ ഓഫ് ആക്കും. അപ്പം ശ്രേയ ആരുടെയാണോ വീഡിയോ കാണുന്നത്, ഞങ്ങൾ ശ്രേയനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാം അല്ലെ? അത് ചിലപ്പോൾ ശ്രേയക്ക് മനസ്സിലായില്ലെങ്കിലോ. ഓക്കെ, ശ്രേയ വീഡിയോ ഓഫ് ആക്കണം കേട്ടോ. അങ്ങനെയുണ്ട്. ശ്രേയ 5 ആവുമ്പോൾ വീഡിയോ ഓഫ് ആക്കണം. എന്നിട്ട് ആരാണോ വിസിബിൾ ആവണേ അവരായിരിക്കും അടുത്ത്. ക്യാച്ചറിനെ പിടിക്കലാണ് ഞങ്ങളുടെ പരിപാടി. ഓക്കെ, കൊട്ടേഷൻ എടുത്തിരിക്കണം. ഓക്കെ, കമാ. 1 2 3 4 5. ആൻമേരി പ്രിൻസ്. യെസ്. എന്ത് പറ്റി? അതിൽ ആ സ്വിച്ച് വർക്ക് ചെയ്തില്ലേ? അൺമ്യൂട്ട് ചെയ്തോടാ മോളെ. യെസ്. ആൻമേരി പരിചയപ്പെടാം. ആൻമേരിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പറയണം കേട്ടോ. ഡ്രീം പറയണ്ട, ഞങ്ങൾ ഗസ് ചെയ്തു. ഡ്രീം ബിരിയാണി. ബിരിയാണി. പിന്നെ പഠിക്കാൻ ഉണ്ട്. രണ്ടുപേരും കൂടി നിന്നിട്ടല്ലോ വീഡിയോ കുത്തി കളിച്ചോണ്ടിരുന്നത്. എവിടെ ആൻഡ്രിയ? വിളിച്ച് കാണട്ടെ ആൻഡ്രിയനെ. ആൻഡ്രിയ കാണാൻ പറ്റുന്നില്ല. ആൻഡ്രിയ അത്രയും വലുതാണോ ആൻഡ്രിയനെ കാണിക്കാതിരിക്കാൻ? യെസ്, ആൻഡ്രിയ. ആൻഡ്രിയ. അപ്പം രണ്ടുപേരുള്ള സ്ഥിതിക്ക് രണ്ടുപേരും പരിചയപ്പെടുത്തിക്കോ. സ്റ്റാൻഡേർഡ് ഒക്കെ പറഞ്ഞോ, അംബീഷൻ ഒക്കെ പറഞ്ഞോ.
നമുക്കറിയാലോ ഒരു വീട്ടിൽ രണ്ടുപേരുടെ അംബീഷൻ എന്തൊക്കെയാന്ന്. യെസ്, കമോൺ. എന്റെ പേര് ആൻമറി പ്രിൻസ്. ഞാൻ 7 പോവുക. എന്റെ അംബീഷന് ഒരു എന്താ ആക്ട്രസ് ആകാണ്. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ കാണാം പിക്ചർ. പിന്നെ ഏജ് 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 കുഴപ്പമില്ല, മതി. ഇനി ആൻഡ്രിയ, കമോൺ. എന്റെ പേര് ആൻഡ്രിയ മെറി പ്രിൻസ്. ഞാൻ 5 പോവുക. എന്റെ അംബീഷൻ ഒരു ആക്ടറും ആകണ്ട, അല്ലെങ്കിൽ ഞാനൊരു വോളണ്ടിയർ ആവും, അല്ലെങ്കിൽ ജാഗോയുടെ വോളണ്ടിയറാ. ജാഗോ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ജാഗോ വയ്ക്കോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൗണ്ട് ചെയ്തോ. യെസ്, കൗണ്ട് ചെയ്തോടാ മോളെ, കൗണ്ട് ചെയ്തോ. 1 2 3 4 5. നമുക്ക് ഓഫാക്കണം. ഷൈൻ സെബാസ്റ്റ്യൻ. ഷൈൻ സെബാസ്റ്റ്യൻ മോനെ വരൂ. നല്ല സുന്ദര കെട്ടവരായിട്ടിരിക്കുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യാവോടാ. പരിചയപ്പെടുത്തിക്കോ. പേരെന്താണ്, എത്രയല്ല പഠിക്കണേ, പിന്നെന്താ, വീട് എവിടെയാ, എന്നിട്ട് അംബീഷൻ ഒക്കെ. ഞാൻ ഷൈൻ സെബാസ്റ്റ്യൻ. എനിക്ക് വലുതാകുമ്പോ എല്ലാത്തിനും ബെസ്റ്റ് ആകണമെന്നുണ്ട്. ഓ സൂപ്പർ. പിന്നെ വീട്ടിലായിരിക്കല്ലേ? അമ്മയും അപ്പനും പിന്നെ 2 ചേച്ചിമാരും. അടിപൊളി അടിപൊളി. ഓക്കെ, ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കണേ? ഈ 8 വെരി ഗുഡ്. ചൂടൊക്കെ കാരണം മുടിയൊക്കെ വെട്ടി നല്ല ബോയ്ക്കട്ടായിട്ട് ഇരിക്കല്ലേ. പെട്ടെന്ന് കണ്ടപ്പോഴേക്ക് മനസ്സിലായില്ല. ഓക്കെ, അടിപൊളി. മോളെ കളിക്കാം നമുക്ക്. കൗണ്ട് ചെയ്യില്ലേ? നമുക്ക് ലാസ്റ്റ് റൗണ്ട് ആണ്. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, വേഗം നിർത്തണം. അപ്പൊ ലാസ്റ്റ് റൗണ്ട് ഷൈൻ കൗണ്ട് ചെയ്യുവേ. 1 2 3 4 5. ഓക്കെ, ഷൈൻ ആരെയാണ് ലാസ്റ്റ് കണ്ടേ? ഇതോടെ ഞങ്ങളൊന്ന് ഹൈഡ് ചെയ്തു. ഞങ്ങൾക്കും ആവാലോ ഹൈഡിങ് ഒക്കെ. ആരെയും കണ്ടില്ലേ? അന്ന് എല്ലാവരും മടങ്ങി വരൂ. ഒന്നുകൂടെ പോവാം. ചേടാ, ഒന്ന് കണ്ണ് തെറ്റിച്ചപ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് അടങ്ങി കളഞ്ഞല്ലേ. ഞങ്ങളും കൂടെ ഒന്ന് സ്കിപ്പ് ആവാൻ നോക്കിയതാ കണ്ണടിച്ച്. ഓക്കെ, ഇത് ജോൺ പോളൊക്കെ അവിടെ തകർക്കുവാണല്ലോ. എടാ ഓണാക്കിക്കോടെ, ചുമ്മാ പറഞ്ഞതാ. ജോൺ പോൾ അപ്പൊ തന്നെ പോയി കളഞ്ഞോ? ചുമ്മാ പറഞ്ഞതാ ചേച്ചി. കമോൺ. യെസ്, അപ്പൊ നമുക്ക് ഒരു റൗണ്ട് കളിക്കാവേ. കയ്യിന്ന് പോയല്ലോ ഞങ്ങൾ കണ്ണടച്ചപ്പോഴേക്കും. ഇത്തവണ ഞങ്ങൾ കണ്ണടക്കണില്ല. ഇപ്പൊ ഞങ്ങൾ ഉണ്ടെന്ന് പിന്നെ. ഓക്കെ, 1 2 3 4 5. അന്ന മരിയ ജോൺ ഉണ്ടോ? അന്ന കൊച്ചേ, ഫുൾ അന്നമാരാ അല്ലേ? അന്ന മരിയ ജോൺ അൺമ്യൂട്ട് ചെയ്യാവോടാ. പോയോ? എവിടെ അന്ന മരിയ ജോണിനെ കാണാനില്ലല്ലോ. ലെഫ്റ്റ് അടിച്ചു ഗൈസ്. അതെ, പേര് വിളിച്ചപ്പോഴേക്ക് അന്നെ കൊച്ചു പേടിച്ചു പോയി. ദൈവമേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങള് പേടിച്ച് നിങ്ങള് ആയുധം വെച്ച് കീഴടങ്ങിയ ഞങ്ങൾ ഇവിടെ ഗെയിം കീഴടക്കുവാണ്. അന്നക്കുച്ചുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? അന്നാമരിയ ഉണ്ടോ? ഒന്നുമില്ല, ഞാൻ ഓർത്തു പോയിന്ന് ഞങ്ങൾ ഉപേക്ഷിച്ച് വിളിച്ചപ്പോ തന്നെ ഡിവോഴ്സ് ചെയ്ത് പോയിന്ന് കരുതി. ഓക്കെ, അന്നക്കുച്ച് പരിചയപ്പെടുത്താവോ? എയിമും കൂടെ അംബിഷൻ കൂടെ പറയണേ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കൂടെ. എന്റെ പേര് അന്നാമരിയ ജോൺ. എനിക്ക് 3 ബ്രദേഴ്സ് ആണ് ഉള്ളത്. ഞാനാണ് മൂത്തയാള്. എനിക്ക് അംബിഷൻ ഒരു നല്ല പേഴ്സൺ ആയിട്ട് പോവാനും പിന്നെ എഞ്ചിനീയറിംഗ് സ്റ്റഡീസിലേക്ക് അത്ര തന്നെ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി 6ാം ക്ലാസ്സിലേക്ക്. ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പരിചയപ്പെട്ടോ. നമ്മൾ ഇനി വരുമല്ലോ അല്ലെ, നമ്മുടെ വെനസ്ഡേ തീർന്നിട്ടില്ല. അപ്പം ഹാപ്പി അല്ലേ എല്ലാവർക്കും? സന്തോഷല്ലേ? സന്തോഷമാണോ? ആണോ? എന്തോരം സന്തോഷ? ഔട്ട് ഓഫ് 10 ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് എത്ര സന്തോഷ? 5 ആണോ, 6 ആണോ, 7 ആണോ, 8 ആണോ? ഒരാള് 4 സന്തോഷം, ഒരാൾക്ക് 0 സന്തോഷം. ഈശോയെ, ആരാണ് 0 സന്തോഷം? 10/10. പിന്നെയും 10, പിന്നെയും 10/10. ഇനി 0 ഒന്നുമില്ല. 1000 ഔട്ട് ഓഫ് 10,000 ഒക്കെ സന്തോഷം ഉണ്ടോ? വണ്ടർഫുൾ, സൂപ്പർ ഹാപ്പി. ഓക്കെ. അപ്പൊ കുറെ പേരൊക്കെ 10/10 സന്തോഷമാണ്, കുറെ പേരൊക്കെ കുറച്ച് പേരൊക്കെ 0/10 സന്തോഷം, ചിലത് 1000 ഒക്കെ ഉണ്ട്. ഇത് 10,000 ലാക്ക് സന്തോഷൊക്കെയാ. ഈശോയെ, എന്താ ഇത്ര സന്തോഷിക്കാനായിട്ട് കാരണം? എവിടെ ആൻഡ് മേരി പ്രിൻസ്, ബില്യൺ ആൻഡ് ട്രില്യൺ ഒക്കെ സന്തോഷമുള്ള ആളാണ്. ആൻഡ് മേരി പ്രിൻസ് ആൻഡ് ജോസ് പോൾ, കമോൺ, ഇവിടെ കം. ഐ ആർ യു സോ ഹാപ്പി? ചേച്ചിക്ക് അറിയാൻ വേണ്ടി എനിക്ക് ഇതുപോലേക്ക് ആവണ്ടേ, അതുകൊണ്ട് ചോദിക്കണ്ടേ, പറഞ്ഞതായോ? എവിടെ ആൻഡ് മേരി പ്രിൻസ് എവിടെ പോയാ? ഹായ്. യെസ്, രണ്ടുപേരും കൂടി സന്തോഷം ഒരുമിച്ച് ക്ലബ് ചെയ്തപ്പോഴേക്കാണോ അവിടെ അത്രയും സന്തോഷം വന്നേ? പ്രിൻസിന്റെയും സിബ്ലിങ്ങിന്റെയും കൂടെ സന്തോഷം ഒരുമിച്ചാക്കിയിട്ടാണോ അത്രയും സന്തോഷമായ? ബിഗ് സന്തോഷം ആയിരിക്കാം. ഓക്കെ, ഒരു റീസൺ പറയാവോ ഇത് സന്തോഷായിരിക്കാനായിട്ട്? ഗെയിമൊക്കെ ഇത് നന്നായിട്ട് കളിച്ചു കാണണം. പിന്നെ അത്ര ഓക്കെ, വെരി ഗുഡ്. ഇനി ജോസ് പോൾ എവിടെ? ജോസ് പോളും പറഞ്ഞു ബില്യൺ ആൻഡ് ട്രില്യൺ സന്തോഷാന്ന്. ജോസ് പോൾ എവിടെ? ജോസ് പോൾ ആദ്യം 0 ആയിട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് കൗണ്ട് അങ്ങ് കൂടി, പെട്ടെന്ന് സെക്കൻഡ് സന്തോഷം കൂടി. എന്താല്ലേ ഈശോയുടെ ഒരു പരിപാടി. എവിടെ ജോസ് പോൾ? ഇവിടെ പോയോ ജോസ് പോളെ? മോനെ എടാ, വെയിറ്റിംഗ് പോയോ? ഇവിടെ ഉണ്ടോ? എവിടെ? കേൾക്കുന്നില്ല. ജോസ് പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോയി ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ചു മുന്നേ നമ്മള് പറയാറുണ്ടല്ലേ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് എല്ലാ കാര്യങ്ങളിലും സൂപ്പർ ആയിട്ട് അല്ലെ, 100/100 അല്ലെങ്കിൽ 10/10 ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കണവരല്ലേ? അല്ലെ, ശരിയല്ലേ ചേച്ചി പറഞ്ഞേ? പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റാറുണ്ട്? എപ്പോഴും ഇങ്ങനെ സൂപ്പർ ബെസ്റ്റ് ആവാനായിട്ടൊക്കെ പറ്റാറുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ കുറെയൊക്കെ ശ്രമിക്കും. എക്സാമ്പിൾ നമ്മളിപ്പോ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കാനൊക്കെ നോക്കും, പക്ഷെ എങ്കിലും ആരെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു പോകുമ്പോ അവർ അതിന്റെ മേലെ കൂടി എത്തൂലേ? അല്ലെങ്കിൽ ചില ഇൻസിഡൻസിൽ നമ്മളിപ്പോ ഓർക്കുമ്പോ ഇന്ന് പാരന്റ്സിന്റെ വഴക്കൊന്നും കേൾക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും ലാസ്റ്റ് മൊമെന്റ് വരുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ചീത്തയൊക്കെ കേൾക്കും അല്ലേ? അപ്പോഴേക്കും നമ്മുടെ സന്തോഷമൊക്കെ കുറച്ചങ്ങ് പോകും ഇല്ലേ? ബിക്കോസ് ഐ ആം വിത്ത് ജീസസ്. ശ്രേയ ബ്രിജിറ്റ് ഇത്രയും ഹാപ്പി ആവാൻ കാരണം ബിക്കോസ് ഷീ ഈസ് വിത്ത് ജീസസ്. വെരി ഗുഡ്. ശ്രേയ ആളെന്ത് സൂപ്പർ അല്ലേ? അപ്പൊ ശ്രേയക്ക് കാര്യം മനസ്സിലായി. നമുക്ക് എപ്പോഴും ഇങ്ങനെ 10/10 1000/1000 ഒക്കെ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഈശോടൊപ്പം ആയിരിക്കണം എന്ന് മനസ്സിലല്ലേ? അപ്പം അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യം എന്ത്, നമ്മള് എല്ലാ കാര്യങ്ങളിലും സൂപ്പർ ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കണവരല്ലേ? അപ്പൊ നമുക്ക് സൂപ്പർ ആവാനുള്ള ട്രിക്ക് എന്ന് പഠിക്കാവേ. നമ്മളില്ലേ, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ ഞാൻ പള്ളിയിൽ കാണാറുണ്ട്. എന്റെ പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു അപ്പൂപ്പനുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിയുടെ കുർബാനയ്ക്ക് അപ്പൂപ്പൻ വരും. അയ്യോ, ആരോ ചാറ്റ് ബോക്സിൽ എന്തൊക്കെ കിട്ടുമല്ലോ, തിരിച്ചു നോക്കട്ടെ ഒരു സെക്കൻഡ്. അത്യാവശ്യമല്ലാണോ നിങ്ങൾ? ഐ ആം ഓൾസോ വിത്ത് 3 ഗോഡ്സ്. ശ്രേയ കൊച്ചു പറഞ്ഞു ഐ ആം വിത്ത് ജീസസ് എന്ന് പറഞ്ഞേ. അപ്പൊ ഒരാള് പറയാ എനിക്ക് 3 ദൈവം. ട്രിനിറ്റി ആയിരിക്കല്ലോ ഉദ്ദേശിച്ചേ? നമുക്ക് എല്ലാവരുടെയും കൂടി ഉണ്ട് ട്രിനിറ്റി. കം ടു ദ പോയിന്റ്. അപ്പൊ ചേച്ചി പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിയുടെ കുർബാനയ്ക്ക് ഒരു അപ്പൂപ്പൻ വരും കേട്ടോ. അപ്പൂപ്പനും ആള് ബ്ലൈൻഡാ. അപ്പം ഒത്തിരി നാളായിട്ടില്ല, ഒരു 2-3 വർഷമായിട്ടുള്ള അപ്പൂപ്പൻ ഇങ്ങനെ സ്ഥിരമായിട്ട് പള്ളി വന്ന് തുടങ്ങിയിട്ടേ. ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ മാക്സിമം. കോവിഡിന്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അതിന് മുന്നേ ഇടയ്ക്ക് കാണുമായിരുന്നു. അപ്പം ഈ ആദ്യ സമയത്തൊക്കെ അപ്പൂപ്പൻ പള്ളി വരുമ്പോ അപ്പൂപ്പൻ ബ്ലൈൻഡ് ആണല്ലോ. ബ്ലൈൻഡ് ആണെങ്കിലും അവർക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി
അവർക്കൊരു സ്റ്റിക്ക് ഒക്കെ ഉണ്ടല്ലേ നടക്കാനൊക്കെ ആയിട്ട്. ആരുടെയും ഹെൽപ്പ് ഇല്ലെങ്കിലും അവർ പയ്യെ പയ്യെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് വെച്ച് അല്ലെങ്കിൽ സൗണ്ട് സെൻസ് ചെയ്തൊക്കെ ഇവർ മൂവ് ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ അവർ മൂവ് ചെയ്യണേ? അങ്ങനെയല്ലേ? എങ്ങനെയാ അവർ മൂവ് ചെയ്യണേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലൈൻഡ് ആയിട്ടുള്ളവരുടെ കണ്ണു തുറന്നിട്ട് ഇങ്ങനെയാണോ പോണേ? അല്ല, അവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും വോക്ക് സ്റ്റിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവർ മൂവ് ചെയ്യാറ്. നമ്മൾ മറ്റേ ഫിലിം, അയ്യോ പണ്ടത്തെ ഒരു ഫിലിം ഉണ്ടല്ലോ, ഇതായിരുന്നു ആ ഫിലിമിന്റെ പേര് ചേച്ചി മറന്നു. ഏതോ ഫിലിമിൽ ഒരു ബ്ലൈൻഡ് പേഴ്സൺ ഇങ്ങനെ, അപ്പം നമ്മള് ഒപ്പം മൂവിയിൽ, ഓ ഷുവർ അതാണല്ലോ, അത് റിസൽവൻ. പിന്നെ പണ്ടത്തെ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെ ഒരു കോലൊക്കെ കുത്തി ഇങ്ങനെ നടന്നു പോണേ കാണാൻ പറ്റേ. ഒപ്പത്തിൽ കാണുന്നുണ്ടാവായിരിക്കും അല്ലെ? ഓക്കെ. അപ്പോ സ്റ്റീവ് എനിക്ക് പേഴ്സണലി മെസ്സേജ് എല്ലാരും കണ്ടാടാ ഒപ്പം എന്നൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡോഗ്സ് ഒക്കെ ഉള്ളത് കാണാം ചില മൂവിയില്. നമ്മുടെ റിംഗ് മാസ്റ്റർ നോക്കുവാണെങ്കിൽ കാണാം, അതിലൊരു ഗേൾ ഉണ്ട് ബ്ലൈൻഡ് ആയിട്ട്, അവളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോഗ് ഒക്കെ ഉണ്ട് അല്ലെ? പേരൊക്കെ ഓർക്കണില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും അതിന്റെ പേര്, കഥകളൊക്കെ. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഡോഗ് ഉണ്ട്. അപ്പൊ ഈ എന്റെ പള്ളിയിൽ വരുന്ന അപ്പൂപ്പൻ എന്ന് പറയുമ്പോഴേക്കും, അപ്പൂപ്പൻ എല്ലാ ദിവസവും രാവിലെ പള്ളി വരെ. അപ്പം ആദ്യമൊക്കെ വന്ന സമയത്ത് അപ്പൂപ്പൻ ആരെയും പരിചയമൊന്നുമില്ലല്ലോ, ആർക്കും അപ്പൂപ്പനെയും പരിചയമൊന്നുമില്ല. അപ്പൊ അപ്പൂപ്പൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പയ്യെ പയ്യെ പയ്യെ, പള്ളി എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിയ പള്ളിയാണേ, ഭയങ്കര സ്പേഷ്യസാ. അപ്പൊ നമുക്കിത് എങ്ങോട്ടാ പോണേന്ന് മനസ്സിലാവില്ല. പണ്ടത്തെ പള്ളികളിലൊക്കെ നമ്മൾ രണ്ട് സൈഡിൽ കസേരയൊക്കെ ഇടുമ്പോൾ ഒരു സുഖമുണ്ട്, കസേരയൊക്കെ പിടിച്ച് പോകുമ്പോൾ നേരെ എത്തുന്ന ഒരു വിചാരമുണ്ട്. ഇത് അങ്ങനെയല്ല, പള്ളി ഇങ്ങനെ കിടക്കുക. അപ്പൊ പാവം ഏറ്റവും ബാക്കിലായിരിക്കും പുള്ളി ഇരിക്കുന്നത്. വന്നു കഴിയുമ്പോഴേക്ക് അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ 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 കഷ്ടപ്പെട്ട് അപ്പൂപ്പൻ എങ്ങനെയൊക്കെ എത്തുമായിരുന്നു. അപ്പൊ കുറെ സമയം എടുക്കുമായിരുന്നു ആദ്യമൊക്കെ കേട്ടാ, വന്നു തുടങ്ങിയ സമയത്തൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണുവാണല്ലോ അപ്പൂപ്പനെ പള്ളിയിലെ. അപ്പൂപ്പൻ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നെ കാണുവാണല്ലോ. അപ്പോ ഒരു ഓൾട്ടർ ബോയ് ഉണ്ടായിരുന്നു, ആ കൊച്ചിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഓൾട്ടർ ബോയ് ഉണ്ടായിരുന്നേ. ഇവൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന് മനസ്സിലായി അപ്പൂപ്പനെ കണ്ണ് കാണാൻ പറ്റുന്നില്ല, അപ്പൊ അപ്പൂപ്പൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ പയ്യെ പയ്യെ വരണമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും പിന്നെ ഈ ഓൾട്ടർ ബോയ് പോയിട്ട് കുർബാന സ്വീകരിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ ഓൾട്ടർ ബോയ്, ഈ കൊച്ചു നമ്മളെപ്പോലത്തെ കൊച്ചാട്ടാ, വലിയ പ്രായമൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കൊച്ചാണ്, ഒരു ടീനേജർ ആട്ടാ. അപ്പൊ ഇവൻ കുർബാനക്ക് ഇങ്ങനെ അച്ഛൻ കൊടുക്കാൻ വരുമല്ലോ, ആ സമയമാകുമ്പോഴേക്കും ഇവൻ പയ്യെ ഓൾട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അപ്പൂപ്പനെ അടുത്ത് പോയിട്ട് ഇവൻ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ ജേർണി ഭയങ്കര എളുപ്പമായി. മറ്റേത് അപ്പൂപ്പൻ സ്വന്തമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഒക്കെ വെച്ച് സെൻസ് ചെയ്ത് ആൾക്കാരൊന്നും തട്ടി വീഴുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയൊക്കെ പോണായിരുന്നു. അപ്പൊ കുറെ സമയം എടുക്കുമായിരുന്നു. പക്ഷേ കണ്ണ് കാണാവുന്ന ഒരു ഓൾട്ടർ പോയിട്ട് അപ്പൂപ്പന്റെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴേക്കും എന്തായി, അപ്പൂപ്പന്റെ ജേർണി ഭയങ്കര ഈസി ആയി അല്ലേ? കാരണം അപ്പൂപ്പന് പിന്നെ പേടിക്കണ്ടല്ലോ, വീഴുന്നോർത്ത് പേടിക്കണ്ട. കാരണം ആരാ കയ്യിൽ പിടിച്ചേക്കണേ? കണ്ണൊക്കെ കാണാവുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കയ്യിൽ പിടിച്ച അപ്പൂപ്പനെ ഗൈഡ് ചെയ്യണേ അല്ലെ? ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും സൂപ്പർ ആവാനൊക്കെ പറ്റുന്നേ. ഇത് സൂപ്പർ ആവാണ്ട് പോണ എപ്പോഴാണെന്നറിയോ? നമ്മളിങ്ങനെ നമ്മളുടെ മാത്രം ബുദ്ധിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സാധനങ്ങളിൽ പാളിച്ചൊക്കെ പറ്റും. നമ്മൾ മനുഷ്യരല്ലേടാ. പക്ഷേ നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ, ഇപ്പൊ ഈ അപ്പൂപ്പനെ ഈ കൊച്ചു പോയിട്ട് കൈ പിടിച്ച് ഓൾട്ടർ പോയി ഗൈഡ് ചെയ്ത പോലെ നമ്മളിങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്, ഇങ്ങനെ വിസിബിളി ഒന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരാളെ ഈശോ അസൈൻ ചെയ്തിട്ടുണ്ടേ. അതാരാന്നറിയാവോ? നമ്മൾ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ കാവൽ മാലാഖ ഉണ്ട്, പിന്നെ ഈശോ കൂടെ വരുന്നുണ്ട്, പിന്നെ ഈശോ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വചനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പോകുന്നിടത്തൊക്കെ നമ്മുടെ കൂടെ വരാനായിട്ട്, നമ്മളെ ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ട് ഒരു സഹായം തരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ ഓൾട്ടർ ബോയ് പോകുന്ന പോലെ ഓൾട്ടർ ബോയ് ചെന്നപ്പോഴേ അപ്പൂപ്പന്റെ ജേർണി ഭയങ്കര ഈസി ആയി, ദാന്നോണ്ട് പോകാൻ പറ്റി. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ സൂപ്പർ ആയിട്ട് ജീവിക്കാൻ, നമ്മുടെ ലൈഫ് ഒരു ജേർണിയാണ് അല്ലേ? നമ്മുടെ ലൈഫ് ഒരു ജേർണി അല്ലേ? നമ്മൾ കുഞ്ഞായിട്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ കുഞ്ഞു വാവമാരായിട്ട് പുറത്തു വന്നു. പിന്നെ നമ്മൾ പയ്യെ വളർന്ന് കയ്യും കാലൊക്കെ വെച്ചിട്ട് ഇത്രയൊക്കെ ആയി നമ്മൾ അല്ലെ, മുടിയൊക്കെ വളർന്ന് സുന്ദരന്മാരൊക്കെ ആയിട്ടിരിക്കാം. നമ്മൾ ഇനിയും വളർന്ന് കുറെ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ പപ്പേനെ അമ്മേനൊക്കെ പോലെ നമ്മളും പ്രായമായി അല്ലെ? ഇങ്ങനത്തെ ഒരു ജേർണിയാണ് അല്ലെ? അപ്പൊ ഈ ജേർണിയിൽ ഫുള്ള് നമ്മുടെ എയിം എന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു കുറെ പേര്, നമ്മുടെ എയിം എന്താ? എപ്പോഴും സൂപ്പർ ആയിട്ടിരിക്കണം അല്ലെ? എല്ലാ കാര്യങ്ങളും സൂപ്പർ ആയിട്ടിരിക്കണം. അപ്പം ഈ ഒരു ജേർണിയിൽ ഇങ്ങനെ എപ്പോഴും സൂപ്പർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ നമ്മളിങ്ങനെ സൂപ്പർ ആക്കാൻ വേണ്ടി ഓൾറെഡി ഒരു ഓൾട്ടർ ബോയിനെ തന്നിട്ടുണ്ട് കർത്താവ്. ആരാ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഓൾട്ടർ ബോയ്? പരിശുദ്ധാത്മാവ്.
പരിശുദ്ധാത്മാവ്. അപ്പം ഈ ഹോളി സ്പിരിറ്റിന്റെ കൈ നമ്മളിങ്ങനെ തിരിച്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പോവേണ്ട വഴി കൂടെ ഒക്കെ നമ്മൾക്ക് പോവേണ്ട വഴി കൂടെ ഒക്കെ ഹോളി സ്പിരിറ്റ് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സംഭവിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഭയങ്കര സൂപ്പർ ആയിരിക്കുന്നേ. ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കും. ഇപ്പൊ വീട്ടിൽ നമ്മളോട് ഗ്രാൻഡ് പാരന്റ്സ് പറയായിരിക്കും, മരിയ കൊച്ചെ അല്ലെങ്കിൽ മോനെ മോളെ എനിക്ക് ഇച്ചിരി വെള്ളം തരാമെന്ന് ചോദിക്കും അല്ലെ? അപ്പൂപ്പന്മാരെ ചോദിക്കില്ല നമ്മളോട് അല്ലെ? എടാ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ആ കൊച്ചെന്നൊക്കെ പറയും അല്ലെ? അപ്പൊ ഈ ഹോളി സ്പിരിറ്റിന് നമ്മളെ കൂടെ പിടിച്ചാലാ പോണെങ്കിലേ നമ്മൾ ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സത്യമായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ സ്റ്റഡീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ ഇപ്പൊ നമ്മൾ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുമല്ലോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ. ഹെൽപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് പറ്റാറുള്ളതേ ഞാനും പലപ്പോഴും നോക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ വലിയ കാര്യമായിട്ട് അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിരിക്കും ചെയ്യണേ. ചെയ്തു വരുമ്പോഴേക്കും ഫുള്ള് മണ്ടത്തരായി പോകുന്നേ. നിങ്ങക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അല്ലെ? ചിലപ്പോ അമ്മ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനൊക്കെ പറയും നമ്മളോടെ. നമ്മള് വലിയ കാര്യത്തിൽ ഭയങ്കര വലിയ കൊച്ചായി എന്ന് പറഞ്ഞ് നമ്മൾ അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും കട്ട് ചെയ്തപ്പോഴേക്കും സാധനം മാറിപ്പോകും. അപ്പോഴേക്കും അമ്മ നിന്നോട് ഞാൻ ഇതല്ലേ പറഞ്ഞ എന്റെ കൊച്ചെ, ഇങ്ങനെയല്ലേ ചെയ്യണ്ടേന്ന് പറയും. അപ്പൊ നമുക്ക് വിഷമാവൂലേ? കാരണം നമ്മള് ഭയങ്കര കാര്യമായിട്ട് സൂപ്പർ ആവാൻ വേണ്ടി അല്ലെ, ഗുഡ് ഗേൾ ഗുഡ് ബോയ്ക്ക് ആവാൻ വേണ്ടി ചെല്ലണേ. അപ്പോഴേക്കും താണ്ട് പെട്ടു 3G. അയ്യോ വേണ്ടിയില്ലായിരുന്നു നോക്കും. പക്ഷെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാതെ നമുക്ക് ചെയ്യുന്നതിലൊക്കെ സൂപ്പർ ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സ്വന്തം പരിശുദ്ധാത്മാവ്. അപ്പം നമുക്ക് ഇനിയുള്ള ജേർണിയിലെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു കുഞ്ഞു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാനേ. എന്റെ പൊന്നു പരിശുദ്ധാത്മാവെ എന്റെ ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടാ? പ്രാർത്ഥിക്കുവോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഒപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചേച്ചി എവിടെ ഇരിക്കുമ്പോ ചേച്ചി തൊട്ടടുത്തുണ്ട് ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാ ചേച്ചി ഇങ്ങനെ പറയാൻ പറ്റണേ. ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെ സൈഡിലും ഉണ്ട്. സോ ആ ഒരു ഹോളി സ്പിരിറ്റ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ട്രൈ ചെയ്യണം? ഫസ്റ്റ് നമ്മള് വി ഹാവ് ടു സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് ഹിം അല്ലെ? നമ്മൾ സംസാരിക്കണ്ടേ? നമ്മള് ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് സിബ്ലിംഗ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിള് ആൻമേരി പ്രിൻസ് ഉണ്ട്. പിന്നെ ആൻമേരിയുടെ അപ്പുറത്തുണ്ട് ആൻഡ്രിയ അല്ലെ? ആൻഡ്രിയ എന്നല്ലേ സിബ്ലിങ്ങിന്റെ പേര്? കുറെ പേരുടെ സിബ്ലിങ്സ് ആണ്. ചേച്ചി പെട്ടെന്ന് അവരെ പരിചയപ്പെട്ടോണ്ട് അവരെ വിളിച്ചു കേട്ടോ. നിങ്ങളുടെയൊക്കെ സിബ്ലിങ്സ് അടുത്തുണ്ട്. അപ്പൊ നമ്മൾ സിബ്ലിങ്സ് രണ്ടുപേരും കൂടെ ഇവിടെ ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് ഇരിക്കാണോ? ഒരാൾ ഇവിടെ ഒരാൾ ഇപ്പുറത്ത് ഇരിക്കാട്ടോ. ഒന്നും മിണ്ടാതെ മണിക്കൂറുകളൊന്നും മിണ്ടാതെ ഇരിക്കാം. എന്തു പറ്റും? ഒന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെ? പക്ഷേ ഒരാള് അപ്പുറത്താളെ വിളിച്ചിട്ട് സുഖമാണോ ചോദിക്കുമ്പോ ആൾ ഇപ്പുറത്തേക്ക് സംസാരിക്കും. അപ്പോഴാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഒന്നിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെയുള്ള ഹോളി സ്പിരിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്റ്റാർട്ട് ഇനീഷ്യേറ്റീവ് അല്ലെ? നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കണം. എന്റെ പരിശുദ്ധാത്മാവേ നീ ഇവിടെ ഉണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഇത് കേൾക്കുന്നുണ്ടോ? നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് രാവിലെ ബെഡിൽ തന്നെയൊക്കെ നമുക്ക് പറയാം. നോർമലി നമ്മൾ ലവ് യു ജീസസ് ഒക്കെ പറയാറുണ്ട്. എന്നിട്ട് നമുക്ക് കൂടെ പറയാം പരിശുദ്ധാത്മാവേ ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് മണ്ടത്തരം ഒന്നും ഒപ്പിച്ച് വെക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ കൂടെ ഉണ്ടാവണമേ. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരൊക്കെ ഞാൻ കാണിക്കാൻ പോവാണെങ്കിൽ അപ്പൊ വന്നിട്ട് കറക്റ്റ് ചെയ്യണമേ. ഇന്ന് മമ്മിയുടെ ഇന്ന് വഴക്കൊന്നും ഒത്തിരി കേൾക്കാൻ പറ്റില്ലേ. സൂപ്പർ കൊച്ചാവാനായിട്ട് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമേ എന്നൊക്കെ നമുക്ക് പറയാം. പ്രാർത്ഥിക്കണ്ട, പറഞ്ഞാൽ മതി. ജസ്റ്റ് വി ഹാവ് ടു ടോക്ക് വിത്ത് ഹിം. ചെയ്യോ അങ്ങനെ? ഇത് ഗ്യാരണ്ടി പറയാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില്ലേ പിന്നെ ഫുൾ സെറ്റാ. നമ്മൾ ഫുൾ സൂപ്പർ. നമുക്ക് സ്റ്റഡീസിൽ സൂപ്പർ ആവാൻ പറ്റും. വീട്ടില് പപ്പയുടെ മമ്മിയുടെ സൂപ്പർ ചൈൽഡ് ആവാൻ പറ്റും. നമ്മുടെ സറൗണ്ടിങ്സിൽ നെയ്ബേഴ്സിൽ സൂപ്പർ ആവാൻ പറ്റും. കസിൻസിൽ സൂപ്പർ ആവാൻ പറ്റും. നമുക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടാസ്കിൽ സൂപ്പർ ആവാൻ പറ്റും. ഗെയിമിൽ സൂപ്പർ ആവാൻ പറ്റും. ഇവിടെയൊക്കെ സൂപ്പർ ആവണമെങ്കിൽ വേണ്ട ആളാരാണ്? നമ്മുടെ സ്വന്തം ഹോളി സ്പിരിറ്റ്. അപ്പൊ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ എക്സാമ്പിൾ നമുക്ക് പഠിക്കാതിരിക്കണം. നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നാം. അപ്പൊ തന്നെ നമസ്കാരം വിളിക്കണം. ഓ ഹോളി സ്പിരിറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യണമേ, പഠിപ്പിച്ചു തരണേ, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ എന്ന് പറയണം. ചുമ്മാ ഓപ്പണപ്പായിട്ട് പറഞ്ഞോ. ഈശോ പറയുന്നുണ്ട് നമ്മളിങ്ങനെ വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് ഷോ കാണിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നേ. നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉള്ള അല്ലെ? അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ അതുപോലെ നമുക്ക് ഈശോയോട് പറയാനും ഹോളി സ്പിരിറ്റിനോട് പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കോ? ഡീലാണോ? ഓക്കെ, ഡീൽ. അപ്പൊ നമുക്ക് ഇനിയുള്ള സമയങ്ങൾ കാണുമ്പോൾ നമ്മൾ കുറെ കൂടെ സൂപ്പർ ഈശോയുടെ സ്വന്തം മക്കളായിട്ട് മാറുവേ. ഇനി നമ്മള് കഴിഞ്ഞ
കഴിഞ്ഞ ആഴ്ച ഒരു വചനം പഠിക്കാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഏബൽ, അന്ന മരിയ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്തോളൂ, പറഞ്ഞോ. യെസ്, കമോൺ. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. യെസ്, വെരി ഗുഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയല്ലേ ബൈബിളിൽ പറഞ്ഞേ? എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എന്താ? ഈശോയെ ഞാൻ സൂപ്പർ ആവണമെന്നാണ് എന്റെ ആവശ്യമെങ്കിൽ ഈശോ സൂപ്പർ ആക്കി തരും. ഈശോയെ എനിക്ക് നല്ല മാർക്ക് വേണമെന്നാണെങ്കിൽ ഈശോ മാർക്ക് വാങ്ങിച്ചു തരും. നമുക്ക് എന്ത് വേണം അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഈശോ നമുക്കുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് പുതിയൊരു വചനം പഠിക്കണ്ടേ? ഈ വചനം പഠിക്കുന്നതുകൊണ്ട് ഒരു ഗുഡൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവോ? എന്തറിയാവോ? അറിഞ്ഞൂടാ? നമ്മൾ ദൈവത്തിനോട് അടുക്കും. എന്തോ? ദൈവത്തിലോട് അടുക്കും. ദൈവത്തിലോട്ട് അടുക്കും. ദാറ്റ് ഇസ് ഗുഡ്. വേറൊരു സയൻസ് ഉണ്ട് അതിന് പിന്നിൽ, അതറിയാവോ? ഓർമ്മശക്തി കൂടും. ഓർമ്മശക്തി കൂടും അല്ലെ? അതായത് നമ്മുടെ റിസർച്ചുകൾ പറഞ്ഞിട്ടുണ്ട്, കുറെ സയന്റിസ്റ്റുമാരുടെ ഒക്കെ ബുദ്ധിയിലെ പകുതി ഇപ്പോഴും യൂസ് ചെയ്തിട്ടില്ല. ഐൻസ്റ്റീന്റെ ഒക്കെ ബുദ്ധിയൊക്കെ എടുക്കുവാണെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാ പറയണേ? നമ്മുടെ ബുദ്ധിയിലാണെങ്കിൽ നമ്മുടെ ബുദ്ധി കുറച്ചേ നമ്മൾ യൂസ് ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മുടെ ബുദ്ധി കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വെക്കണേ. ഇപ്പൊ നമ്മൾ പഠിക്കണ കാര്യം നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഓർമ്മശക്തിയൊക്കെ കിട്ടും. അതുപോലെ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കണേ? ബൈബിൾ കൊട്ടേഷനും ഒപ്പം നമ്മൾ അതിന്റെ വേർഡ് ഓഫ് കോഡ് ഒക്കെ പഠിക്കുക അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ വേർഡ് ഓഫ് കോഡ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ ഫീഡ് ചെയ്യുമല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറി പവർ അങ്ങോട്ട് കൂടും. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൂപ്പർ ആവുമല്ലോ. മനസ്സിലായോ അല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറെ വചനം ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമുക്കിപ്പം പെട്ടെന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ? പിന്നെ വേർഡ് ഓഫ് കോഡ് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മക്കളായിട്ട് കൂടുതൽ ഈസി വളരുന്ന പറയണേ. നമുക്കിങ്ങനെ പാപമൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കുറയുന്ന പറയണേ അല്ലെ? പിശാചിന് എന്താ പേടി? പിശാചിന് കുരിശ് കണ്ട പേടിയാ അല്ലെ? സാറ്റാന് ക്രോസ് കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോവും. ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഡാ. സോ വേർഡ് ഓഫ് കോഡ് ഓൾസോ, താങ്ക് യു. വേർഡ് ഓഫ് കോഡ് ഓൾസോ എന്താ അല്ലെ? വേർഡ് ഓഫ് കോഡ് കാണുമ്പോഴും ആരോടിപ്പോവും? സാറ്റൻ ഓടിപ്പോവും. ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായി ഓർക്കണ്ട ഈശോയ്ക്ക് അല്ലെ? ഈശോനോട് പറഞ്ഞു, മലയുടെ മേലെ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഞാൻ ഇത് ഫുള്ള് നിനക്ക് തരാന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? നിന്റെ ദൈവം നിന്നെ കയറിയെങ്കിൽ നിന്നെ ഉന്തിടാൻ പറയും, താഴെ വന്ന് പിടിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഈശോനെ പറ്റിക്കാൻ നോക്കി. ഈശോ വീഴണോ? അപ്പം ഈശോ വചനം പറഞ്ഞു. എന്താണ് ഈശോ വചനം പറഞ്ഞ? മത്തായി 4:14-10 കേട്ടാ. മാത്യു ചാപ്റ്റർ 4:10. അതിങ്ങനെയാണ്, സാത്താനെ ദൂരെ പോവുക. ആ ഒരു വേർഡ് ഓഫ് കോഡ് പറഞ്ഞപ്പോഴേക്കും അങ്ങടെ അപ്രത്യക്ഷമായി സാത്താൻ. മനസ്സിലായ? സോ വേർഡ് ഓഫ് കോഡ് ഉണ്ടെങ്കിൽ സാത്താനൊക്കെ നമ്മളിൽ നിന്ന് ഇങ്ങനെ ദൂരെ ഓടിപ്പോകും. അപ്പം അതിന് നമ്മൾ വേർഡ് ഓഫ് കോഡ് പഠിക്കുന്ന എന്താ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. അപ്പൊ നമുക്ക് ഈ ആഴ്ച നമുക്ക് പുതിയൊരു വേർഡ് ഓഫ് കോഡ് പഠിക്കാം. അതിതാണ് ജെറമിയ 31:3. ജെറമിയ 31:3 ഇങ്ങനെയാണ്, I have loved you with an everlasting love. ഇതൊരു ഫോട്ടോ കാണിച്ചാലോ? ഭയങ്കര ക്യൂട്ട് ആട്ടാ ഈ ഫോട്ടോ. ഹാപ്പി ഈശോ കണ്ടോ? ജെറമിയ 31:3 മലയാളത്തിൽ ഇങ്ങനെയാണ് അത് പറയണേ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഓക്കെ, ഈശോയ്ക്ക് എന്താ പറയണേ? ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അനന്തം, ഇൻഫിനിറ്റാ. ഭയങ്കര ഇഷ്ടം ഈശോയ്ക്ക്, നമ്മൾ ഒത്തിരി ഇഷ്ടം. പിന്നെ എന്താ പറയണേ? നമ്മളാണെങ്കിൽ ഈശോയ്ക്ക് ഭയങ്കര വിശ്വാസാ. നമ്മള് കുരുത്തക്കേട് ഒപ്പിക്കുമെങ്കിലും ഈശോ വിചാരിക്കണ നമ്മൾ നല്ല പിള്ളേരെ, നമ്മൾ പാപമൊന്നും ചെയ്യില്ല എന്നാ. അത്രയും വിശ്വാസാ. അപ്പൊ നമ്മൾ പാപം ചെയ്ത ഈശോയ്ക്ക് വിഷമാവില്ലേ? അപ്പൊ നമ്മൾ ഈ പാപം ചേർത്തിട്ടാ, പാവം ഇപ്പൊ നമ്മളെ കണ്ടുമുടി വിശ്വസിച്ചേക്കാ. അപ്പൊ നമുക്ക് ഈ ഒരു വചനം ഇംഗ്ലീഷ് ഒന്നുകൂടി പറയാമോ? നമുക്ക് ഈ ഒരു വചനം ഒന്നുകൂടി വായിക്കാം. ജെറമിയ ചാപ്റ്റർ 31:3. I have loved you with an everlasting love. I have loved you with an everlasting love. Jeremiah chapter 31:3. Okay.
ജെറമിയ 31:3. ജെറമിയ ചാപ്റ്റർ 31 വേഴ്സസ് 3. I have loved you with an everlasting love. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസത അഗന്ധലവും. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമുക്ക് പുതിയ രീതി പ്രാർത്ഥിക്കാൻ പഠിച്ചു അല്ലേ? പാട്ടൊക്കെ പാടി നമുക്ക് ആക്ഷൻ കളിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാവേ. പാട്ട് പറഞ്ഞിട്ടില്ലല്ലോ. എവറി സിംഗിൾ സെൽ നമുക്ക് ഒരുമിച്ച് കളിച്ചാലോ ഒന്നുകൂടെ? ഒന്നിട്ട് കളിക്കാം. നമ്മുടെ ആൻമേരി ചേച്ചി പുറകിലുണ്ട്. ചേച്ചി വരൂ. ചേച്ചി കളിച്ചു. ചേച്ചി നിൽക്കോട്ടെ. അപ്പൊ നമുക്ക് നിന്ന് കളിക്കാവേ. Please stand. 1, 2, 3, start. Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. Thank you, Lord. I feel so good. Cause every single cell in my body is fine. Thank you, Lord. I feel so good. Cause every single cell in my body is fine. La 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 la. La 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 la. La 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 la. La 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 la. അപ്പൊ നമ്മള് എവറി സിംഗിൾ സെല്ല് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? നമുക്ക് ലൈഫിൽ എപ്പോഴും സൂപ്പർ ആയിട്ടിരിക്കാൻ നമ്മുടെ കൂടെ ആരാണല്ലേ? യെസ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് Holy Spirit. ഒപ്പം ഒരു കാര്യം മറക്കരുത്. എന്തായിരുന്നു? ഈശോ നമ്മളെ എങ്ങനെയാ സ്നേഹിച്ച്? അനന്തമായിട്ടാ സ്നേഹിച്ചേക്കണേ. അപ്പൊ നമുക്ക് ഈശോനെ അതുപോലെ നമ്മള് 100 times നമ്മൾ ഈശോയെ നമ്മൾ റിട്ടേൺ സ്നേഹിക്കണം. പിന്നെ നമ്മൾ എന്താ കേട്ടെ ഇന്ന് പഠിക്കാനുള്ള വേർഡ് ഓഫ് ഗോഡില്? ഈശോയ്ക്ക് എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അനന്തമാന്ന്. ഈശോയ്ക്ക് നമ്മളെ ഭയങ്കര വിശ്വാസം, നമ്മളെ സൂപ്പർ പിള്ളേരെന്ന ഈശോയുടെ വിശ്വാസം. അപ്പൊ നമ്മള് പാപം ചെയ്ത് ഈശോനെ പറ്റിക്കരുത്. ഓക്കെ. പിന്നെ നമുക്ക് കഴിഞ്ഞ തവണ നമുക്കൊരു ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അത് കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കാവോ ചേച്ചിനെ? ഇപ്പൊ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവൂല്ലേ അടുത്ത് തന്നെ? വേഗം ഒന്ന് കാണിക്കാവോ? എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ വേഗം എടുത്തിട്ട് വരാമോ ക്രാഫ്റ്റ്? നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞോണ്ട് ഉണ്ടാക്കിയേ? ആൻഡ് മേരി പ്രിൻസ് ഒക്കെ ആലോചിച്ചിരിക്കുക. എന്ത് വെച്ചി കാണാണ്ട് പോയ സാധനം എടുത്തിട്ട് പോയോ? സ്റ്റില് പറന്നുപോയില്ലേ? സാറില്ല, കുഴപ്പമില്ല, പോട്ടെ. കയ്യിൽ ഇപ്പൊ ഉള്ളവരൊക്കെ വേഗം എടുത്തു, ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. കൊണ്ടുവന്നവർക്കൊക്കെ കയ്യിൽ അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാസ്കറ്റ് സ്ട്രൈറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കണ വേണ്ട. വണ്ടർഫുൾ. ബാക്കിയുള്ളവരോട് എനിക്കൊന്നു എടുക്കാൻ പോയാൽ സമയം വൈകും അല്ലെ? സാരില്ല. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എഴുതുന്നു. ഇനി ഉണ്ടാക്കാൻ ആരെങ്കിലും ഒക്കെ മിസ് ഔട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ വരുമ്പോഴേക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെ കൊണ്ടുവരില്ലേ? സെറ്റ് അല്ലേ? നമുക്കപ്പൊ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? പഠിക്കണോ? ചേച്ചി പറഞ്ഞേ പെൻഡിങ് ഉള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാന്ന്. കുറച്ചു പേരുടെ കൂടി ബാസ്കറ്റ് ഉണ്ടാവാനുണ്ടല്ലോ. ആ ബാസ്കറ്റും കൂടെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് പുതിയ സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. സോ ഈശ്വര എന്താ പഠിച്ചോ നിങ്ങള്? നമുക്ക് അതുകൂടെ കളിച്ച് നമുക്ക് ഈശോയ്ക്ക് താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ആനന്ദം യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കു വേണം ആർക്കത് വേണം? ആർക്കു വേണം ആർക്കു വേണം ആർക്കത് വേണം? യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. ലാ 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 La 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 la. ഓക്കെ. അപ്പൊ എല്ലാരും ഹാപ്പി ആണോ? അപ്പൊ നമുക്ക് അടുത്ത വെനസ്ഡേ കാണാം. വേർഡ് ഓഫ് ഗോഡ് മറക്കണ്ട. പഠിക്കാനുള്ള എന്തായിരുന്നു? ജെറമിയ ചാപ്റ്റർ 31 വേഴ്സസ് 3. ഓക്കെ. നമുക്കൊരു കുഞ്ഞു പ്രയർ ജസ്റ്റ് ഒരു ഹെയിൽ മേരി കൂടെ ചൊല്ലാം. ഹെയിൽ മേരി full of grace, Lord is with you. Blessed I am and blessed and grace. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. നമ്മളെല്ലാവരും സ്കൂളിൽ ഇംഗ്ലീഷും ഹിന്ദി ലാംഗ്വേജ് ഒക്കെ പഠിക്കുക അല്ലെ? കുറെ മൂവീസ് ഒക്കെ പല ലാംഗ്വേജ് കാണാം. അപ്പൊ നമുക്ക് ഇനി തുടങ്ങി ഹെയിൽ മേരിയും ഫാദർ ഒക്കെ നമുക്ക് ഇതുപോലെ പല ലാംഗ്വേജ് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ കാണാം അടുത്ത ആഴ്ച. Bye bye. Good night. God bless you. Bye. Bye.